നമസ്കാരം. അമേരിക്ക രഹസ്യമായി കൈമാറിയ ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ ഉപയോഗിച്ചിരിക്കുകയാണ് യുക്രൈൻ. റഷ്യൻ അധിനിവേശത്തിനെതിരെ പോരാടാൻ നൽകിയ മിസൈലായിരുന്നു അത്. അമേരിക്ക തന്നെയാണ് ഇക്കാര്യം സ്ഥിരീകരിച്ചതും. 2024 മാർച്ചിൽ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ അനുമതി നൽകിയ $30 കോടി സഹായ പാക്കേജിന്റെ ഭാഗമായുള്ള ആയുധങ്ങൾ ഏപ്രിലാണ് യുക്രൈന് കൈമാറിയത്. ഇതിന്റെ ഭാഗമായിരുന്നു ദീർഘദൂര ബാലിസ്റ്റിക് മിസൈൽ. 2014 റഷ്യ പിടിച്ചെടുത്ത ക്രിമിയയിലെ ശത്രുപാളയങ്ങളെ ആക്രമിക്കാനായിരുന്നു ബൈഡൻ ഭരണകൂടം രഹസ്യമായി കൈമാറിയ ദീർഘദൂര മിസൈൽ ആദ്യമായി യുക്രൈൻ ഉപയോഗിച്ചത്. നേരത്തെ ആർമി ടാക്ടിക്കൽ മിസൈൽ സിസ്റ്റത്തിന്റെ മിഡ് റേഞ്ച് റോക്കറ്റുകൾ റഷ്യയെ ആക്രമിക്കാനായി അമേരിക്ക യുക്രൈന് നൽകിയിട്ടുണ്ടെങ്കിലും ദീർഘദൂര മിസൈലുകൾ നൽകാൻ വിമുഖത കാണിച്ചിരുന്നു. പിന്നീടാണ് ദീർഘദൂര മിസൈൽ ബൈഡന്റെ പച്ചക്കൊടി ലഭിച്ചതോടെ കൈമാറുന്നത്. യുക്രൈന്റെ പ്രത്യേക അഭ്യർത്ഥന മാനിച്ചായിരുന്നു അവയുടെ കൈമാറ്റം സംബന്ധിച്ച വിവരങ്ങൾ പരസ്യമാക്കാതിരുന്നത് എന്നാണ് അമേരിക്കയുടെ വിശദീകരണം. അധിനിവേശ ക്രിമിയയിലെ റഷ്യൻ എയർഫീൽഡിൽ ആക്രമണം നടത്താൻ കഴിഞ്ഞയാഴ്ച ആദ്യമായി ദീർഘദൂര മിസൈലുകൾ ഉപയോഗിച്ചതായി അന്താരാഷ്ട്ര വാർത്താ ഏജൻസി റോയിട്ടേഴ്സ് ആണ് റിപ്പോർട്ട് ചെയ്തത്. കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രി ക്രിമിയയിലെ തുറമുഖ നഗരമായ ബെർഡിയാൻസ്കിൽ റഷ്യൻ സൈനികർക്കെതിരായ ആക്രമണത്തിലും പുതിയ മിസൈലുകൾ ഉപയോഗിച്ചിരുന്നു. അതേസമയം യുക്രൈനു വേണ്ടി കഴിഞ്ഞ ദിവസം US സെനറ്റ് പാസാക്കിയ $6100 കോടി പുതിയ പാക്കേജിൽ ജോ ബൈഡൻ ഒപ്പുവയ്ക്കുകയും ചെയ്തിരുന്നു. ജനപ്രതിനിധി സഭയിലെ ഏറെ നാൾ നീണ്ടുനിന്ന എതിർപ്പുകൾക്കൊടുവിലാണ് പാക്കേജ് പാസ്സായത്. സമീപ മാസങ്ങളിൽ യുക്രൈനിയൻ സേനയ്ക്ക് വെടിക്കോപ്പുകളുടെയും വ്യോമ പ്രതിരോധ സംവിധാനങ്ങളുടെയും കുറവ് അനുഭവപ്പെട്ടിരുന്നു. US-ൽ നിന്നും മറ്റ് പാശ്ചാത്യ സഖ്യ കക്ഷികളിൽ നിന്നുമുള്ള സൈനിക സഹായം വൈകുന്നത് കൂടുതൽ ആൾനാശത്തിനും റഷ്യയുടെ അധിനിവേശം വേഗത്തിലാകുന്നതിനും കാരണമാകുമെന്നും വിലയിരുത്തലുണ്ടായിരുന്നു. 2022 ഫെബ്രുവരി 24 ആരംഭിച്ച റഷ്യൻ അധിനിവേശത്തിൽ 10,000-കണക്കിന് ആളുകളാണ് കൊല്ലപ്പെട്ടത്. ഇതിൽ ഭൂരിഭാഗവും ഇരുഭാഗത്തു നിന്നുമുള്ള സൈനികരാണ്. ദശലക്ഷക്കണക്കിന് മനുഷ്യർക്ക് വീടുകൾ ഉപേക്ഷിക്കേണ്ടി വന്നതായും റിപ്പോർട്ടുകളുണ്ട്. യുക്രൈനിലെ സപ്പോറിജിയ ആണവ നിലയത്തിന് നേരെ നടന്ന വ്യോമാക്രമണത്തിൽ ഐക്യരാഷ്ട്രസഭ അപലപിക്കുകയും ചെയ്തിരുന്നു. വലിയ ആണവാക്രമണത്തിനുള്ള സാധ്യതയാണ് വ്യോമാക്രമണം ഉയർത്തുന്നതെന്ന് ഐക്യരാഷ്ട്രസഭയുടെ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി മുന്നറിയിപ്പ് നൽകി. കഴിഞ്ഞ ദിവസമാണ് റഷ്യയുടെ അധീനതയിലുള്ള ആണവ നിലയത്തിന് നേരെ വ്യോമാക്രമണം നടന്നത്. ആക്രമണത്തിൽ 3 പേർക്ക് പരിക്കേറ്റു. അതേസമയം യുക്രൈനാണ് വ്യോമാക്രമണത്തിന് പിന്നിലെന്ന് റഷ്യ ആരോപിച്ചെങ്കിലും യുക്രൈൻ നിരസിക്കുകയാണ് ചെയ്തത്. യുക്രൈന്റെ ഭാഗത്ത് നിന്ന് സൈനികപരമായ പ്രകോപനം ഉണ്ടായിട്ടില്ലെന്ന് പ്രധാന ഇന്റലിജൻസ് ഡയറക്ടറേറ്റ് വക്താവ് ആൻഡ്രി യൂസോവ് വ്യക്തമാക്കുകയും ചെയ്തു. നന്ദി.